അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. റമളാൻ ഉമ്മത്തി, വിശുദ്ധമായ റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10ലുമാണ് നാം നിലനിൽക്കുന്നത്. നരകമോചനത്തിൻ്റെ 10ലാണ് നാം നിലനിൽക്കുന്നത്. നരകത്തിൻ്റെ തീയെ കെടുത്തുവാനുള്ള ശക്തി അറബിക്കടലിൻ്റെ തിരമാലകൾക്കില്ല. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് നരകത്തിൻ്റെ തീയെ കെടുത്തുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അള്ളാഹുവിലേക്ക് നാം മടങ്ങുക, തൗബ ചെയ്ത് നാം മടങ്ങുക. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നതായ ആ രാത്രിയിലാണ് വിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു തആല ഇറക്കപ്പെട്ടത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദറിൽ 1000 മാസങ്ങളേക്കാൾ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും നാം ചെയ്തു കഴിഞ്ഞാൽ 1000 മാസങ്ങളേക്കാൾ സുന്നത്ത് നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തതായ ഒരു രാത്രിയാണ്. ആ ദിവസത്തിൽ നാം നമ്മുടെ ഇബാദത്തുകൾക്ക് 1000 മാസങ്ങളേക്കാൾ ഇബാദത്ത് ചെയ്തതായ പ്രതിഫലമാണ് ഒരൊറ്റ ഒരു രാവ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം അവസാനത്തെ 10ൻ്റെ ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നാം ചെയ്യുക. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ഇത്തഖുല്ലാ, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ട് നാം അവസാനത്തെ 10കളിൽ സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളികളിൽ തന്നെ ഇത്തികാഫിരിക്കാറായിരുന്നു പതിവ്. അതുകൊണ്ട് നാമും നബയ്തുൽ ഇത്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഈ പള്ളിയിലെ ഇത്തികാഫിൻ്റെ നിയത്തിനെ കരുതുന്നു എന്ന് നിയത്ത് വെച്ചുകൊണ്ട് നാം കിടന്നുറങ്ങിയാലും വളരെയധികം പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും കൊണ്ട് മുന്നേറുകയും തൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതായ റമളാനാക്കി നാം മാറ്റുകയും ചെയ്യുക. അല്ലായെങ്കിൽ സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആമീൻ പറഞ്ഞ റമളാൻ എത്തിയിട്ട് പാവങ്ങൾ പൊറുക്കാത്തതായ രീതിയിൽ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ ദുആ ചെയ്തപ്പോൾ അവിടെ ആമീൻ സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് ആമീൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ നാം നമ്മുടെ റമളാനുകൾ പാപങ്ങൾ പൊറുക്കുന്നതായ റമളാനാക്കി നാം മാറ്റുകയും നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക. മുൻകാല പ്രവാചകന്മാരായ ജനങ്ങൾക്ക് ധാരാളം ആയുസ്സുകളാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. പക്ഷേ സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമ്മൾക്ക് വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ. അത് റമളാനിലും ശ്രേഷ്ഠത കൊണ്ടും റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂലിയും, ഒരു ഫർള് ചെയ്താൽ ഒരു 70 ഫർള് ചെയ്തതായ കൂലിയും, ലൈലത്തുൽ ഖദറിൽ 1000 മാസങ്ങളേക്കാൾ ഇബാദത്ത് ചെയ്തതായ പ്രതിഫലവുമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തആല ഓഫർ നൽകിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുറേ ശ്രേഷ്ഠതകൾ കൊണ്ട് കുറേ ധാരാളം കൂലികൾ കൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾ അത് മുതലാക്കേണ്ടത്. അല്ലാഹു തആല വിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയും ലൈലത്തുൽ ഖദറിനെ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും വിശുദ്ധമായ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.